ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു പായസ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. പ്രഥമൻ്റെ റെസിപ്പിയാണ്, സദ്യയിലെ പ്രധാനിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു 1/2 കിലോ ചെറുപയർ പരിപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ 1/2 കിലോ ചെറുപയർ പരിപ്പ് കൊണ്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇനി ആ ചെറുപയർ പരിപ്പ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു അലുമിനിയം ചട്ടിയിലോട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ലേശം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കുക. അപ്പോൾ അത് ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും പിന്നെ അതുപോലെ തന്നെ ഇത് വറുക്കുന്ന സമയത്ത് കരിഞ്ഞു പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് വറുത്തെടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ കഴുകിയെടുക്കുന്നത്. ആദ്യം തന്നെ കഴുകുന്നില്ല. അപ്പോൾ പ്രഥമനൊക്കെ ഉണ്ടാക്കി നോക്കുക എല്ലാവരും. അപ്പോൾ ഇന്ന് അച്ഛൻ്റെ പിറന്നാളുടെ ദിവസമായിരുന്നു. അത് കാരണം നമ്മൾ അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രഥമനാണ്. അപ്പോൾ അത് കാരണമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത് നന്നായിട്ട് ബ്രൗൺ കളറാവുന്ന വരെ നമ്മളൊന്ന് വറുത്തെടുക്കണം. ഇത് ഞാൻ അടുപ്പത്താണ് വച്ചേക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് ബ്രൗൺ കളറാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദ്യം ഒട്ടിപ്പിടിക്കുന്നേ ഇല്ല. ആ വെളിച്ചെണ്ണ ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായി തിരുമ്മിയെടുത്ത കാരണം ഇതാ ചട്ടിയിൽ ഒട്ടുമേ പിടിക്കുന്നില്ല. നന്നായിട്ട് വിട്ട് ഇളക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ട്രിപ്പ് ഒന്ന് ട്രൈ ആക്കി നോക്കുക. ഇനി ഈ ചെറുപയർ പരിപ്പ് നമ്മളൊരു പേപ്പറിലോട്ട് മാറ്റിയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ടാണ് അതിന് പേപ്പറിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നല്ല ബ്രൗൺ കളറാകുന്നവർ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങാപ്പാലാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ തേങ്ങാപ്പാൽ 3 പാലായിട്ട് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഒന്നാം പാല്, രണ്ടാം പാല്, മൂന്നാം പാല്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഉണ്ടാക്കുന്ന പാലാണ് ആദ്യം ഒഴിക്കുക. അപ്പോൾ മൂന്നാം പാല് ചേർത്തിട്ടാണ് പരിപ്പ് വേവിച്ചെടുക്കുക. അപ്പോൾ പരിപ്പും മൂന്നാം പാലും കൂടെ ചേർത്ത് ഞാൻ അടുപ്പത്ത് വെച്ചാണ്. അപ്പോൾ ഇനി അതിലേക്ക് ലേശം വെല്ലപ്പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കണം. ശർക്കര ഓൾറെഡി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ശർക്കര പാനി ചേർത്ത് ഒന്ന് തിളപ്പിക്കാൻ വെക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഒട്ടും അടിക്ക് പിടിക്കരുത്. അതുപോലെ തന്നെ പതഞ്ഞ് പൊങ്ങി വരാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ മൂന്നാമത്തെ തേങ്ങാപ്പാലും ശർക്കര പാനിയും കൂടെ ചേർത്തിട്ടാണ് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നത്. ഇനി ഇതൊന്ന് വറ്റി കുറുകി വരുമ്പോൾ രണ്ടാം പാലും ഒഴിച്ചു കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. അപ്പോഴാണ് പായസത്തിന് നല്ലൊരു കട്ടി കിട്ടുന്നത് തന്നെ. നന്നായിട്ട് കുറുകിയ ഒരിത് വരും. അപ്പോൾ പ്രഥമൻ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഈ തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ വളരെ ഈസിയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം തന്നെ ഞാൻ രണ്ടാമത്തെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാവാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ തേങ്ങാപ്പാലും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കട്ടിയൊക്കെ കിട്ടുന്നുണ്ട്. പ്രഥമൻ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്യണേ. ചിലവർക്ക് ഈ പ്രഥമൻ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതുപോലെ പാൽപ്പായസമായിരിക്കും ചിലവർക്ക് ഇഷ്ടം. പ്രഥമനെക്കാട്ടി ഇഷ്ടം ചിലവർ പാലിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെല്ലാവരും പ്രഥമനാണ് ഇഷ്ടപ്പെടുന്നത്. അത് കാരണം നമ്മൾ എന്ത് വിശേഷ ദിവസങ്ങളിലും പ്രഥമനാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാ അടിക്ക് പിടിക്കാതെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ പരിപ്പൊക്കെ നന്നായിട്ട് ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് ആവശ്യമുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ നമുക്കെടുത്ത് വെക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഇനി ഒരു സ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാട്ടോ. അത് മറന്നു പോയായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. നെയ്യിലാണ് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ ഓൾ ബട്ടൺ കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ നല്ല വീഡിയോസുകളും നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതാ പായസം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.
ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും താങ്ക് യു.